ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് തന്നിട്ടുള്ള രണ്ട് കാറ്റയോണിനെയും അതാത് ഗ്രൂപ്പിലേക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സ്കീമാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ 1-2 വീഡിയോയിലായിട്ട് നമ്മൾ ഇൻ്റർഗ്രൂപ്പ് സെപ്പറേഷന് കാറ്റയോൺസിൻ്റെ റിയാക്ടിവിറ്റി, അതിൻ്റെ ഗ്രൂപ്പ് റിയേജൻസ്, അതിൻ്റെ പ്രസിപ്പിറ്റേറ്റ്, അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇൻ്റർഗ്രൂപ്പ് സെപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അമോണിയത്തെ ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ടെസ്റ്റ് ഫോർ അമോണിയം അതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. പിന്നെ ഇൻ്റർഗ്രൂപ്പ് സെപ്പറേഷൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, അതായത് 5th ഗ്രൂപ്പ് വരെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന സെൻട്രിഫ്യൂഗേറ്റിൽ മെഗ്നീഷ്യത്തിൻ്റെ ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മെഗ്നീഷ്യവും അതിനൊരു പ്രത്യേക ഗ്രൂപ്പ് റിയേജൻ്റ് ഇല്ല. 6th ഗ്രൂപ്പിൽ സബ്സിഡിയറി സ്റ്റുഡൻസിന് മെഗ്നീഷ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മെഗ്നീഷ്യത്തെ എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യാമെന്നുള്ള ടെസ്റ്റും നമ്മൾ മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വേഗത്തിൽ ഇൻ്റർഗ്രൂപ്പ് സെപ്പറേഷൻ ചാർട്ട് എങ്ങനെയാണ് അത് ടാബ്ലേറ്റ് ചെയ്യുന്നതെന്ന് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് സ്റ്റെപ്സ് എല്ലാം ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ എല്ലാ അയോൺസിനെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ റിയേജൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസിപ്പിറ്റേറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് എ ഗ്രൂപ്പ് ആൻഡ് നോ പ്രസിപ്പിറ്റേറ്റ് ഇൻഡിക്കേറ്റ്സ് ദി ആബ്സെൻസ് ഓഫ് ദാറ്റ് ഗ്രൂപ്പ്. അപ്പം ഏതെങ്കിലും 2 അയോണിന് നമ്മളിവിടെ ഇതെല്ലാം എഴുതുന്നുണ്ടെങ്കിലും ഏതെങ്കിലും 2 അയോൺ നിങ്ങൾക്ക് കിട്ടണം. ഒന്നുകിൽ അമോണിയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർഗ്രൂപ്പ് സെപ്പറേഷൻ ടേബിളിൽ നിന്ന് ഏതെങ്കിലും ഒരു കാറ്റയോണും കൂടെ കിട്ടണം. ഇനി അമോണിയം ആബ്സെൻ്റ് ആണെങ്കിൽ 2 കാറ്റയോണും ഇൻ്റർഗ്രൂപ്പ് സെപ്പറേഷൻ ടേബിളിൽ നിന്നായിരിക്കും കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻ്റർഗ്രൂപ്പ് സെപ്പറേഷന് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 1ൻ്റെ റിയേജൻ്റ് ഡൈല്യൂട്ട് HCl. സോ ഡൈല്യൂട്ട് HCl ഈസ് ആഡഡ് ടു ദ ഗിവൺ കാറ്റയോൺ മിക്സ്ചർ. അപ്പോൾ നമ്മൾ ടാബുലർ കോളം വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ആ കോളത്തെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഒരു റെസിഡ്യൂ പോർഷനും അതുപോലെ സെൻട്രിഫ്യൂഗേറ്റ് ഓർ ഫിൽട്രേറ്റ്, ഇത് 2 ഓപ്ഷനാണ്. സെൻട്രിഫ്യൂഗ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സെൻട്രിഫ്യൂഗേറ്റ് എന്ന് എഴുതാം. അതല്ല ഫിൽറ്റർ പേപ്പർ ഫണൽ വെച്ച് ഫിൽറ്റർ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഫിൽട്രേറ്റ് എന്ന് എഴുതാം. ഇത് രണ്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഇപ്പോൾ ഒരു റെസിഡ്യൂയുടെ ഒരു കോളമുണ്ട്, സെൻട്രിഫ്യൂഗേറ്റിനൊരു കോളമുണ്ട്. റെസിഡ്യൂയുടെ കോളത്തിൽ എന്താണ് നമ്മുടെ ഒബ്സർവേഷൻ എഴുതുക. ഡൈല്യൂട്ട് HCl ആഡ് ചെയ്താൽ നമുക്ക് ഒരു റെസിഡ്യൂ കിട്ടുവാണെങ്കിൽ അത് വൈറ്റ് റെസിഡ്യൂ ആയിരിക്കും. വൈറ്റ് റെസിഡ്യൂ ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഗ്രൂപ്പ് 1. ഇനി മറ്റൊരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നോ റെസിഡ്യൂ കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആബ്സെൻസ് ഓഫ് ഗ്രൂപ്പ് 1. ഇനി റെസിഡ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? റെസിഡ്യൂ ഓഫ് ഗ്രൂപ്പ് 1 ഈസ് അനലൈസ്ഡ് ഫോർ ഗ്രൂപ്പ് 1 കാറ്റയോൺ. സോ ദ റെസിഡ്യൂ ഈസ് അനലൈസ്ഡ് ഫോർ ഗ്രൂപ്പ് 1 കാറ്റയോൺസ്. അത് നമ്മൾ ഗ്രൂപ്പ് 1 അനാലിസിസ് എന്ന് പറഞ്ഞ് ഒരു ടേബിളിൽ കൊടുക്കുക. അപ്പം ഇവിടെ അങ്ങനെ മെൻഷൻ ചെയ്തിട്ട് പിന്നെ ആ ടേബിൾ 1 നമ്മൾ വരച്ച് എഴുതണം. ഓക്കെ, അപ്പോൾ രണ്ടാമത് ഈ റെസിഡ്യൂ കഴിഞ്ഞാൽ ആ റെസിഡ്യൂവിനെ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കും. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ കിട്ടിയ സെൻട്രിഫ്യൂഗേറ്റിനകത്ത് വീണ്ടും ഒരു ഡ്രോപ്പ് ഡൈല്യൂട്ട് HCl ആഡ് ചെയ്ത് നോക്കണം. അതിനകത്ത് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടെങ്കിൽ അതും ഫിൽട്ടർ ചെയ്ത് മാറ്റണം. പിന്നെ വീണ്ടും ഒരു ഡ്രോപ്പ് HCl ഒഴിച്ച് അതിനകത്ത് പ്രസിപ്പിറ്റേറ്റ് ഇല്ലാത്ത അവസ്ഥ വരെ നമ്മളത് കണ്ടിന്യൂ ചെയ്യണം. അതായത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവിടെയുള്ള ലെഡിനെ പ്രസിപ്പിറ്റേറ്റ് ഔട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പോൾ ആ സെൻട്രിഫ്യൂഗേറ്റ് എടുത്തു, അല്ലെങ്കിൽ ആ ഫിൽട്രേറ്റ് എടുത്തു. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ HCl അവിടെ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും ആ സൊല്യൂഷനിലേക്ക് കുറച്ച് HCl ആഡ് ചെയ്യേണ്ടി വരും. കാരണം സെക്കൻഡ് ഗ്രൂപ്പ് ഹൈഡ്രജൻ സൾഫൈഡ് ഈസ് പാസ്ഡ് ത്രൂ ദ സൊല്യൂഷൻ ഇൻ ഡൈല്യൂട്ട് HCl ആണ്. അപ്പം റെസിഡ്യൂ വന്നു കഴിഞ്ഞാൽ അവിടെ റിയാക്ഷൻ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് വീണ്ടും HCl ആഡ് ചെയ്യണം. ഇവിടെ നോ റെസിഡ്യൂ ആണെങ്കിൽ നമ്മൾ ഈ സൊല്യൂഷനിൽ HCl ഉണ്ട്, അതിനകത്തോട്ട് ഹൈഡ്രജൻ സൾഫൈഡ് പാസ് ചെയ്താൽ മതി. ഇപ്പോൾ എഴുതുമ്പോൾ H2S ഗ്യാസ് ഈസ് പാസ്ഡ് ത്രൂ ദ സൊല്യൂഷൻ ഇൻ ഡൈല്യൂട്ട് HCl അത് സ്പെസിഫൈ ചെയ്യണം. കാരണം സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ റിയേജൻ്റ് എന്ന് പറയുന്നത് ഡൈല്യൂട്ട് HCl ആൻഡ് ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. ഓക്കെ, ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഒബ്സർവേഷൻ? ഒരു റെസിഡ്യൂ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ഇപ്പോൾ റെസിഡ്യൂ ഉണ്ടെങ്കിൽ അത് ബ്ലാക്ക് റെസിഡ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്രൗൺ റെസിഡ്യൂ ആയിരിക്കും. അത് ബ്ലാക്ക് റെസിഡ്യൂ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് സെക്കൻഡ് ഗ്രൂപ്പ് കോപ്പറാണ്. അത് നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പിനെ പിന്നെ അനലൈസ് ചെയ്യണം, ഗ്രൂപ്പ് 2-ന് അനാലിസിസ് ചെയ്യാം. ഇല്ല, നോ റെസിഡ്യൂ ആണെങ്കിൽ ആബ്സെൻസ് ഓഫ് ഗ്രൂപ്പ് 2 കാറ്റയോൺസ്. അപ്പം ഈ 2 ഒബ്സർവേഷനാണ്.
കൂടുതലും നിങ്ങൾക്ക് നോ റെസിഡ്യൂ ആയിരിക്കും, കാരണം അവിടെ സെക്കൻഡ് ഗ്രൂപ്പ് തരാൻ സാധ്യതയില്ല. എന്ത് തന്നെയാണെങ്കിലും നമുക്കവിടെ എഴുതാം. റെസിഡ്യൂ ഉണ്ടെങ്കിൽ അതിനെ ആ പർട്ടിക്കുലർ ഗ്രൂപ്പിന് അനലൈസ് ചെയ്യണമെന്ന് എഴുതുക. നോ റെസിഡ്യൂ ആണെങ്കിൽ ആ ഗ്രൂപ്പ് ആബ്സെൻ്റ് ആണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് സെൻട്രിഫ്യൂഗേറ്റ് കിട്ടും. സെൻട്രിഫ്യൂഗേറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കംപ്ലീഷൻ ഓഫ് റെസിപ്പിറ്റേഷൻ ചെക്ക് ചെയ്തതിന് ശേഷം സെൻട്രിഫ്യൂഗേറ്റ് എടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് H2S ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ തേർഡ് ഗ്രൂപ്പിലേക്ക് നമുക്ക് H2S ആവശ്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? H2S ഈസ് ബോയിൽഡ് ഓഫ്. ഇതാണ് അവിടെ ആദ്യം എഴുതേണ്ടത്. H2S ഈസ് കംപ്ലീറ്റ്ലി ബോയിൽഡ് ഓഫ്. H2Sനെ നമ്മൾ എക്സ്പെൽ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? എക്സസ് ഓഫ് അമോണിയം ക്ലോറൈഡ്. അതിന് നമുക്ക് അമോണിയം ക്ലോറൈഡ് എക്സസ് ഓഫ് അമോണിയം ക്ലോറൈഡ് എന്നുള്ളത് എക്സസ് ഓഫ് അമോണിയം ക്ലോറൈഡ് ഇൻ സോളിഡ് ഫോം എന്ന് എഴുതാം. സോളിഡ് ഫോമിൽ ആഡ് ചെയ്യുന്നു എഴുതാം. ദെൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ഇൻ ഡ്രോപ്സ് ടു ദ ടെസ്റ്റ് സൊല്യൂഷൻ ടിൽ ആൽക്കലൈൻ. അങ്ങനെ എഴുതിയാൽ മതി. അമോണിയം ഹൈഡ്രോക്സൈഡ് ഈസ് ആഡഡ് ഇൻ ഡ്രോപ്സ് ടിൽ ആൽക്കലൈൻ ടു ദ ടെസ്റ്റ് സൊല്യൂഷൻ. ഒരുപാട് എക്സസ് ആവശ്യമില്ല. ആൽക്കലൈൻ മീഡിയം ആക്കാൻ വേണ്ടിയിട്ട് മാത്രം മതി. അതുപോലെ അമോണിയം ക്ലോറൈഡ് അവിടെ കോമൺ അയോൺ ഇഫക്റ്റ് വഴി ഹൈഡ്രോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുകയും ചെയ്യും. ഓക്കെ, ഇനി ഇവിടെയും നമുക്ക് ഈ ഒരു ടെസ്റ്റിന് ചെയ്യുമ്പോൾ നമുക്കൊരു റെസിഡ്യൂ കിട്ടാം. ആ റെസിഡ്യൂ എന്ന് പറയുന്നത് തേർഡ് ഗ്രൂപ്പ് റെസിഡ്യൂ ആണ്. തേർഡ് ഗ്രൂപ്പ് റെസിഡ്യൂ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 3യുടെ പ്രസൻസ് ആണ് കാണിക്കുന്നത്. അത് വൈറ്റ് ജെലാറ്റിനസ് റെസിഡ്യൂ. സോ വൈറ്റ് ജെലാറ്റിനസ് റെസിഡ്യൂ ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് തേർഡ് ഗ്രൂപ്പ്. അത് ഏതാണെന്ന് നമുക്കറിയാം, ദാറ്റ് ഈസ് അലുമിനിയം. അത് നമുക്ക് അവിടെ നോട്ട് ചെയ്ത് വയ്ക്കാം, കാരണം അലുമിനിയം മാത്രമേ ഉള്ളൂ. അത് എഴുതുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. എന്നാലും ഗ്രൂപ്പ് 3 എന്ന് അവിടെ സ്പെസിഫൈ ചെയ്യണം. ഇനി അതിന് മറ്റൊരു ഒബ്സർവേഷൻ ഉള്ളത് എന്താണ്? നോ റെസിഡ്യൂ ആബ്സെൻസ് ഓഫ് ഗ്രൂപ്പ് 3. ഗ്രൂപ്പ് 3 ഇല്ലെങ്കിൽ നമുക്കവിടെ റെസിഡ്യൂ കിട്ടില്ല. ഇതും നമ്മുടെ ഒരു ഒബ്സർവേഷനാണ്. വീണ്ടും നമ്മൾ ഫോർത്ത് ഗ്രൂപ്പിലേക്ക് പോവുകയാണ്. സെൻട്രിഫ്യൂഗേറ്റ് അല്ലെങ്കിൽ ഫിൽട്രേറ്റ് എടുത്തു. ഇവിടെ നമുക്ക് H2S വീണ്ടും ആവശ്യമായി വരികയാണ്. അതായത് ആൽക്കലൈൻ മീഡിയത്തിലാണ് H2S പാസ് ചെയ്യേണ്ടത്. സോ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ഈസ് പാസ്ഡ് ത്രൂ ദ സൊല്യൂഷൻ കണ്ടെയ്നിങ് അമോണിയം ക്ലോറൈഡ് ആൻഡ് അമോണിയം ഹൈഡ്രോക്സൈഡ്. ഇത് അതായത് എബവ് സൊല്യൂഷൻ എഴുതാൻ പാടില്ല. ഈ 3 കാര്യങ്ങൾ അവിടെ സ്പെസിഫൈ ചെയ്യണം. കാരണം നമ്മൾ എബവ് സൊല്യൂഷനിലാണ് H2S പാസ് ചെയ്യുന്നത്, പക്ഷേ എഴുതുമ്പം നമുക്ക് അവിടെ അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് മെൻഷൻ ചെയ്യണം. അതുകൊണ്ട് ഇങ്ങനെ തന്നെ എഴുതുക. ദാറ്റ് ഈസ് H2S ഗ്യാസ് ഈസ് പാസ്ഡ് ത്രൂ ദ സൊല്യൂഷൻ കണ്ടെയ്നിങ് എക്സസ് അമോണിയം ക്ലോറൈഡ് ആൻഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് ഫോർ ആൽക്കലൈൻ. ആൽക്കലൈൻ മീഡിയത്തിലാണ്. ഇനി ഇവിടുത്തെ ഒബ്സർവേഷൻ എന്താണ്? ഇവിടെയും നമുക്ക് ഒരു റെസിഡ്യൂ കിട്ടും. ആ റെസിഡ്യൂ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഫോർത്ത് ഗ്രൂപ്പാണ്. ഒരു റെസിഡ്യൂ ഉണ്ടെങ്കിൽ തന്നെ പ്രസൻസ് ഓഫ് ഫോർത്ത് ഗ്രൂപ്പ്. പക്ഷേ ആ റെസിഡ്യൂവിന് നമുക്ക് ഉടൻ തന്നെ എഴുതാം എ വൈറ്റ് റെസിഡ്യൂ ഓർ എ ഫ്ലഷ് കളേർഡ് റെസിഡ്യൂ. 2 ഓപ്ഷൻ അവിടെ നമുക്ക് വരുന്നുണ്ട്. വൈറ്റ് റെസിഡ്യൂ ആണെങ്കിൽ പ്രസൻസ് ഓഫ് ഫോർത്ത് ഗ്രൂപ്പ് സിങ്ക് എന്ന് എഴുതണം. ഫ്ലഷ് കളേർഡ് റെസിഡ്യൂ ആണെങ്കിൽ പ്രസൻസ് ഓഫ് ഫോർത്ത് ഗ്രൂപ്പ് മാംഗനീസ് എന്ന് എഴുതണം. പ്രസൻസ് ഓഫ് ഫോർത്ത് ഗ്രൂപ്പ് മാംഗനീസ് എന്ന് എഴുതണം. ഇവിടെ പ്രസൻസ് ഓഫ് ഫോർത്ത് ഗ്രൂപ്പ് സിങ്ക് എന്ന് എഴുതണം. അത് രണ്ടും നമുക്ക് അവിടെ എഴുതാം. പിന്നെ ഒരു ഒബ്സർവേഷനും കൂടെ അവിടെയുണ്ട്. ദാറ്റ് ഈസ് നോ റെസിഡ്യൂ ആബ്സെൻസ് ഓഫ് ഫോർത്ത് ഗ്രൂപ്പ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ സെൻട്രിഫ്യൂഗേറ്റ് ആണ്. കാരണം ഇവിടെ ഹൈഡ്രജൻ സൾഫൈഡ് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് സിങ്കും മാംഗനീസും സൾഫൈഡായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്തത്. ഇനി നമുക്ക് ആ ഹൈഡ്രജൻ സൾഫൈഡിനെ ബോയിൽ ഓഫ് ചെയ്യണം. സോ H2S ഈസ് ബോയിൽഡ് ഓഫ്. ഇത് കഴിഞ്ഞിട്ട് ഈ 5th ഗ്രൂപ്പിൻ്റെ റിയേജൻ്റ് ആയിട്ടുള്ള അമോണിയം കാർബണേറ്റ് ആഡ് ചെയ്യണം. പക്ഷേ അമോണിയം കാർബണേറ്റ് ആഡ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷനിൽ അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? H2S is boiled off, then ammonium carbonate solution is added to the test solution containing excess of ammonium chloride and ammonium hydroxide alkaline. അമോണിയം ഹൈഡ്രോക്സൈഡ് ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി. അമോണിയം ഹൈഡ്രോക്സൈഡ് ആൽക്കലൈന് വേണ്ടിയിട്ട്, ആൽക്കലൈൻ മീഡിയത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ഒഴിക്കുന്നത്. ആൽക്കലൈൻ ആയിരിക്കുകയും വേണം സൊല്യൂഷൻ. അവിടെയും നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് റെസിഡ്യൂ ഇവിടെ ഒരൊറ്റ റെസിഡ്യൂവേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതെന്ന് പറയുന്നത് 5th ഗ്രൂപ്പിൻ്റെ കാർബണേറ്റ് ആയിരിക്കും. അതൊരു വൈറ്റ് റെസിഡ്യൂ ആയിരിക്കും. അത് പ്രസൻസ് ഓഫ് 5th ഗ്രൂപ്പാണ്. അതിൽ നമുക്ക് ബേരിയം, സ്ട്രോൺഷ്യം, കാൽഷ്യം ഇതിലേതുമാകാം. അപ്പം പ്രസൻസ് ഓഫ് 5th ഗ്രൂപ്പ് എന്ന് എഴുതുക. ബേരിയം, സ്ട്രോൺഷ്യം ഓർ കാൽസ്യം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നോ റെസിഡ്യൂ ആബ്സെൻസ് ഓഫ് 5th ഗ്രൂപ്പ്. 5th ഗ്രൂപ്പ് ഇല്ലാതിരിക്കുക, അതുമുണ്ട്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗേറ്റ്. 5th ഗ്രൂപ്പ് വരെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സെൻട്രിഫ്യൂഗേറ്റ് കിട്ടി. അത് വളരെ വളരെ ഡൈല്യൂട്ടായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. കോൺസെൻട്രേറ്റഡ്
വൈ ഇവോപ്പറേഷൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇവോപ്പറേറ്റഡ് ടു ഡ്രൈനസ് ആൻഡ് മെയ്ഡ് ഇൻ ടു ആൻ എക്വ സൊല്യൂഷൻ, അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റഡ് വിത്ത് വാട്ടർ, അങ്ങനെ എഴുതിയാലും മതി. എക്സ്ട്രാക്റ്റഡ് വിത്ത് വാട്ടർ. എന്നിട്ട് ആ സൊല്യൂഷനിലെ നമ്മൾ എന്ത് ചെയ്യണം? ടെസ്റ്റഡ് ഫോർ മെഗ്നീഷ്യം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെഗ്നീഷ്യത്തിൻ്റെ ഒരു ടെസ്റ്റ് ഇവിടെ എഴുതാം. ഇവിടെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് മെഗ്നീഷ്യം കിട്ടി, ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചെയ്തിട്ടാണല്ലോ നമ്മൾ എഴുതുന്നത്. ഇപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ മെഗ്നീഷ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഇറ്റ് ഈസ് ഷോൺ ഇൻ ടേബിൾ 6. ഇറ്റ് ഈസ് ഷോൺ ഇൻ ടേബിൾ 6 എന്ന് എഴുതാം. 6th ടേബിളിൽ നമുക്ക് മെഗ്നീഷ്യത്തിൻ്റെ എല്ലാ ടെസ്റ്റും എഴുതി വയ്ക്കാം. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് മെഗ്നീഷ്യം അല്ലെങ്കിൽ, നിങ്ങൾക്ക് ഒരൊറ്റ ടെസ്റ്റ് വെച്ച് ഇവിടെ എഴുതാം. ടെസ്റ്റ് സൊല്യൂഷൻ ഈസ് മിക്സ്ഡ് വിത്ത് അമോണിയം ക്ലോറൈഡ് ആൻഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ഈസ് ആഡഡ് ആൻഡ് the sides of the test tube is scratched by a glass rod. No precipitate, absence of magnesium. അപ്പം ഇല്ല എങ്കിൽ ഒരു ടെസ്റ്റ് എഴുതി മെഗ്നീഷ്യം ഇല്ലെന്ന് എഴുതണം. പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ അനലൈസ്ഡ് ആസ് ഇൻ ടേബിൾ 6. എന്നിട്ട് മെഗ്നീഷ്യത്തിൻ്റെ നമ്മൾ പറഞ്ഞിരിക്കുന്ന 3 ടെസ്റ്റുകൾ, അതായത് ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ടെസ്റ്റ് പ്രത്യേകം എഴുതുക, ദെൻ ആഷ് ടെസ്റ്റ് എഴുതുക, മാഗ്നസോൺ ടെസ്റ്റ് എഴുതുക. ഈ രീതിയിൽ നിങ്ങൾക്ക് ഒരു കാറ്റയോൺ മിക്സ്ചറിനെ ഇൻ്റർഗ്രൂപ്പ് സെപ്പറേഷൻ ടേബിളിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എല്ലായിടവും ഗ്രൂപ്പ് സ്പെസിഫൈ ചെയ്യണം, പ്രസിപ്പിറ്റേറ്റിൻ്റെ കളർ സ്പെസിഫൈ ചെയ്യണം, അതുപോലെ തന്നെ കാറ്റയോണിൻ്റെ പേരറിയാം, അതും എഴുതണം. എന്നിട്ട് ഇതിൻ്റെ കിട്ടിയിരിക്കുന്ന ഓരോ ഗ്രൂപ്പിൻ്റെ, അപ്പോൾ നമുക്ക് ഒന്നുകിൽ അമോണിയം ആയിരിക്കും, അമോണിയവും മറ്റേതെങ്കിലും ഒരു ഗ്രൂപ്പ്, ചിലപ്പോൾ അമോണിയവും മെഗ്നീഷ്യവും ആയിരിക്കും. അപ്പോൾ അമോണിയത്തിൻ്റെ ഈ ഇൻ്റർഗ്രൂപ്പ് സെപ്പറേഷൻ ടേബിൾ അവിടെ വേണം, അമോണിയത്തിൻ്റെ ടെസ്റ്റ് അവിടെ വേണം, മെഗ്നീഷ്യത്തിൻ്റെ ടെസ്റ്റ് അവിടെ വേണം. ഇനി അമോണിയവും മറ്റേതെങ്കിലും ഒരു റാഡിക്കലുമാണ് കിട്ടിയിരിക്കുന്നത്, അമോണിയത്തിൻ്റെ ടെസ്റ്റ് ആദ്യം തന്നെ എഴുതും, പിന്നെ ഇതിൽ ഏതാണോ കിട്ടിയിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ തേർഡ് ഗ്രൂപ്പ് ആണെങ്കിൽ തേർഡ് ഗ്രൂപ്പിൻ്റെ ഇൻ്റർഗ്രൂപ്പ് സെപ്പറേഷൻ ടേബിൾ കംപ്ലീറ്റ് ഇവിടെ വരെ എഴുതിയതിന് ശേഷം തേർഡ് ഗ്രൂപ്പിൻ്റെ അനാലിസിസ് പ്രത്യേകം എഴുതണം. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ റിസൾട്ട് എഴുതണം. റിസൾട്ട് എന്താണ്? ദ ഗിവൺ കാറ്റയോൺ മിക്സ്ചർ കണ്ടെയ്ൻസ് ദി അമോണിയം ആണെങ്കിൽ അമോണിയം ആൻഡ് മെഗ്നീഷ്യം ആസ് കാറ്റയോൺസ്, അല്ലെങ്കിൽ അമോണിയം ആൻഡ് അലൂമിനിയം ആസ് കാറ്റയോൺസ്, അല്ലെങ്കിൽ ലെഡ് ആൻഡ് ബേരിയം ആസ് കാറ്റയോൺസ്. അങ്ങനെ നിങ്ങൾക്ക് റിസൾട്ടും എഴുതാം. ഓക്കെ അല്ലേ?